JD ക്രിയേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വർക്കലയിലുള്ള ബീച്ചിലാണ്. അപ്പം വർക്കലയിലുള്ള ബീച്ചുകളാണ് കേരളത്തിലെ മനോഹരമായ ബീച്ചുകളെന്നാണ് പരക്കെയുള്ള ഒരു സംസാരം. എന്തായാലും ഈ വർഷം കേരളത്തിൽ അവധിക്ക് വന്നപ്പോഴത്തേക്ക് അസഹനീയമായ ചൂട് കാരണം കേരളത്തിലെ ജനങ്ങളും വന്നവരും എല്ലാം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം എന്തായാലും ഒരു ബ്രേക്ക് വേണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റിസോർട്ടിലേക്ക് വരാനിടയായി. എന്തായാലും ഇവിടുത്തെ കൂടുതലും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നീളം കാണാം. വർക്കല ബീച്ചിലൊന്ന് നീന്തിക്കുളിക്കാമെന്നും കണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ ആക്രമണ സ്വഭാവമുള്ള തിരമാലകളാണ്. അതുകൂടാതെ നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് കാലിൻ്റെ അടിവശത്ത് നിന്നും മണ്ണ് ഭയങ്കര ശക്തിയോടെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതുകൂടാതെ പല കുഴികളും കുന്നുകളും പോലുള്ള ഒരു പ്രതലമാണ് അവിടെ ഉള്ളത്. അപ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പം നമ്മുടെ സൂര്യനൊക്കെ അസ്തമിക്കാനുള്ള ഒരു സമയമാണ്. വളരെ മനോഹരമായിരിക്കും ഈ ഒരു അസ്തമയം എന്ന് കരുതുന്നു. എന്തായാലും ഞാൻ ഈ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് വർക്കലയിലുള്ള ക്ലിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, അവിടെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ സൂര്യാസ്തമനം കാണാനും അതല്ലെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് ആസ്വദിക്കാനുമായിട്ടൊക്കെ ആയിട്ട് വരുന്ന
പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്നും അവരുടെ രീതിയിലുള്ള ആ പരമ്പരാഗത രീതിയിലാണ് അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കൂടെ അവരെ ഒന്ന് സഹായിക്കാനും അല്ലെ അതിന്റെ ഒരു ഭാഗമാകാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് അവരുടെ ഉപജീവനത്തിനു വേണ്ടിയുള്ള ആ ഒരു മാർഗം കണ്ടെത്തുന്നതെന്ന് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമായി കഥ പറയും കാറ്റേ പവിഴത്തിരമാലകൾ കണ്ടായും പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി മുത്താണേ കൈകൂറുന്നാണേ പൂമയിൽ മീൻ പേടപ്പാണേ കടലമ്മ പൊട്ടുന്ന പൊൻകുഞ്ഞീനുള്ളോരമ്മിഞ്ഞപ്പാണ് തെങ്കാറ്റൂതി വളർത്തുന്ന മുത്തിന്റെ പുഞ്ചിരി മഞ്ഞാണ് കൈ വളരെ മെല്ലെ കാൽ വളരെ മെല്ലെ അടിമുടി നിൻ ഭൂമി വളരെ കഥ പറയും കാറ്റേ പവിഴത്തിരമാലകൾ കണ്ടായും പൂഞ്ചുഴിയിൽ ചെരയൊഴിയാൻ നേരം ചില്ലമണിക്കലവറ കണ്ടായും പൂന്തിരയിൽ പെയ്തുണരും പുത്തരി മുത്താണേ ഈ പൊൻകരയൻ കൊയ്തുവരും കന്നിക്കതിരാണേ പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി കാണെ കണ്ണിറഞ്ഞ് പൂമ്പൈതൽ കാണെ കണ്ണിറഞ്ഞ് പൂമ്പൈതൽ അരയനുള്ളിൽ പറനിറഞ്ഞ് ചാകരക്കോള് മണലിറമ്പിൽ ചോടുവയ്ക്കണ പൂവണിത്താളം പൂമ്പാറ്റ ചിറകു വീശിയ വായ്ത്താരികളായി ദം ദം ദന ദം 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 ദിനസരങ്ങൾ കോള
കൊയ്യണ കൈ നിറഞ്ഞേരം വല നിറഞ്ഞേ തുറയിലുത്സവ നാളുറങ്ങേ. നമ്മളെല്ലാം കുഞ്ഞുനാളെ തൊട്ട് പരുന്തുകളെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നാൽ പരുന്തിന്റെ ഒരു കൂട്ടത്തെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ അവരുടെ ആ ഒരു മത്സരിച്ചുള്ള ഒരു മീൻ എടുക്കാൻ പോകുന്ന ഇരയ്ക്ക് വേണ്ടിയുള്ള ഒരു മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ അവർക്ക് ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടും മറ്റുള്ളവരോടും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കടലിൽ നിന്ന് പിടിക്കുന്ന മീനിന് അവകാശം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുമുണ്ട്. ഇവിടുത്തെ കാക്കകളും മറ്റ് കിളികളും അതുപോലെ തന്നെ പരുന്തുകളുടെ ഒരു കൂട്ടത്തിന്റെയും ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. പൗവത്തിൽ തര കണ്ടു ഓട കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു. പൗവത്തിൽ തര കണ്ടു ഓട കണ്ടു റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്കവേല കണ്ടു. പൗവത്തിൽ ചാഞ്ഞ ചാണ്ട്യന്തെങ്ങിന്മേൽ കടന്തലും കണ്ടു കടന്തക്കൂടും. പൗവത്തിൽ ചാഞ്ഞ ചാണ്ട്യന്തെങ്ങിന്മേൽ കടന്തലും കണ്ടു കടന്തക്കൂടും. കടന്തലെ പിടിപ്പാൻ മിടുക്കുള്ളോര് തച്ചോളി വീട്ടിലെ പിള്ളേരുണ്ടേ. കടന്തലെ പിടിപ്പാൻ മിടുക്കുള്ളോര് തച്ചോളി വീട്ടിലെ പിള്ളേരുണ്ടേ. പിള്ളേരെ വർക്കലയിലുള്ള മാടത്തിൽ ബീച്ച് റിസോർട്ടാണിത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിച്ചത്. വളരെയധികം നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോർട്ടാണിത്. ഇത് കൂടാതെ ഇപ്പം ഇതിനോടനുബന്ധിച്ചും കുറേ റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഇവിടേക്കൊന്നും പബ്ലിക്കിനും വലിയ ആക്സസ് ഇല്ല. അപ്പം വണ്ടികളൊക്കെ കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടിയിൽ ഇവരുടെ ഗസ്റ്റുകൾക്ക് മാത്രമാണെങ്കിൽ വണ്ടിയെ വരാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ മുന്നിലുള്ള ബീച്ചുകളെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബീച്ച് പോലാണ്. അപ്പം നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഈ ബീച്ചിൽ വരുന്നത്. പുലരെ പൂങ്കോടിയിൽ തെരുനീന്തള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമാ. രാവിലെ ബീച്ചിൽ കൂടെ നടക്കുക എന്ന് പറയുന്ന എല്ലാവരെയും സംബന്ധിച്ചും വളരെ സംതൃപ്തി നൽകുന്ന റിലാക്സ് ആക്കുന്ന ഒരു കാര്യം. അപ്പം ഈ ബീച്ചിൽ കൂടെ കുറേ നേരം ഇങ്ങനെ നടന്ന് ഈ തിരമാലകളുടെ വളരെയധികം പ്രകമ്പനം കൊള്ളുന്ന സ്വരങ്ങളും ഒക്കെ കേട്ട് നമുക്കിങ്ങനെ ആകാശത്തിൻ്റെ ആ മനോഹാരിതയൊക്കെ നോക്കി നടക്കാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ ഈ വർക്കല ബീച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ
ഇവിടെ നീന്താൻ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്, സ്പോട്ടാണ്. അപ്പം ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് വേണം, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നീട് ഇവിടെ സ്ഥലവാസികൾ പറഞ്ഞു തന്നെയെന്ന് ചോദിച്ചാൽ ഇതൊരു മൂവിങ് ബീച്ചാണ്. ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കടൽ കയറി വരുന്നത് ഇറങ്ങിപ്പോകും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉള്ള ഒരു ബീച്ചാണിത്. വർക്കലയിലുടനീളം കടലാക്രമണങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കടലാക്രമണത്തിന് എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ സർക്കാരിന് ഇതൊക്കെ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കടലാക്രമണം രൂക്ഷമായ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇനിയും കാണാം.